നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. ഭിന്നശേഷിയുടെ മറവിൽ അധ്യാപക നിയമനങ്ങൾ തടയുന്നുവെന്ന ആക്ഷേപം. കോട്ടയത്ത് KPSTAയുടെ രാപ്പകൽ സമരം. നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ ചാലച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. മുതൽ മുടക്ക് 1.5 കോടി രൂപ. രാജ്യത്ത് മികച്ച ഗ്രാമീണ റോഡുകൾ കേരളത്തിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലെ ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയായി സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും. ഓശാന ഞായറിനെ വരവേൽക്കാൻ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ വാരത്തിനും നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിയുടെ മറവിൽ അധ്യാപക നിയമനങ്ങൾ തടഞ്ഞുവയ്ക്കുന്ന സർക്കാർ നടപടിക്കെതിരെ KPSTA കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA സമരം ഉദ്ഘാടനം ചെയ്തു. തടഞ്ഞുവച്ചിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളും അംഗീകരിക്കുക, അധ്യാപകരുടെ അവധിക്കാലം കവർന്നെടുക്കാനുള്ള നടപടികൾ അവസാനിപ്പിക്കുക, സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുന്നത്. ജില്ലാ പ്രസിഡന്റ് R. രാജേഷ് അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. UDF ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി. ഭരണകർത്താക്കളും തീർത്തങ്ങ് അവഗണിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ കുറേ കാലമായി ഭിന്നശേഷിക്കാരുടെ പേര് പറഞ്ഞ് നമ്മുടെ പ്രൈവറ്റ് സ്കൂളുകളിലെ അധ്യാപക നിയമനം ഈ സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നീടുള്ള സംഭവവികാസങ്ങളൊക്കെ നിങ്ങൾക്കെല്ലാം നേരിട്ട് ബോധ്യമുള്ളതാണ്. NSS സുപ്രീം കോടതി വരെ കേസിന് പോയി. സത്യത്തിൽ സുപ്രീം കോടതി ഒരു കേസിൽ വിധി പറഞ്ഞാൽ അതിൻ്റെ പങ്കുപറ്റി DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് G. ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി മനോജ് V. പോൾ, ട്രഷറർ ടോമി ജേക്കബ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജേക്കബ് ചെറിയാൻ, P. പ്രദീപ്, ബിനു ജോയ്, R. രാജീവ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ ചാലച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ഗ്രാമീണ റോഡുകളുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കേരളം മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു. കുറിച്ചി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ കല്ലുകടവ് ബാങ്കുപടി ചാലച്ചിറ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ റോഡ് നിർമ്മാണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി കാലാവസ്ഥയാണ്. ഡിസൈനിങ്ങിലൂടെയാണ് കാലാവസ്ഥയെ അതിജീവിക്കുന്ന റോഡുകൾ നിർമ്മിക്കാനാവുന്നത്. 5 കൊല്ലം കൊണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് റോഡുകളുടെ 50% BMBC നിലവാരത്തിൽ എത്തിക്കണമെന്ന ലക്ഷ്യം 3 വർഷം കൊണ്ട് നേടാനായി എന്നും മന്ത്രി പറഞ്ഞു. ഭൂമി ഇഷ്ടം പോലെയുള്ള ഒരു നാടല്ല നമ്മുടെ കേരളം, അല്ലേ? നമുക്കൊക്കെ അറിയാം. ജനസാന്ദ്രത കൂടുതലാണ്. ജീവിക്കുന്ന മനുഷ്യർക്ക് ഭൂമി അധികം ലഭ്യമാകാത്ത നാടാണ്, തിങ്ങിപ്പാർക്കുന്ന നാടാണ്. ഇപ്പം എന്തുകൊണ്ട് അവിടെയുള്ളതുപോലെ നല്ല 6 വരി പാതയൊന്നും ഇവിടെ ഇല്ലാത്തത് എന്ന് സ്വാഭാവികമായിട്ടും നിങ്ങളിൽ ചിലരെങ്കിലും ചിന്തിക്കും. അത് നമ്മുടെ നാടിൻ്റെ കുഴപ്പമല്ല, നമ്മുടെ നാട്ടിൽ ഭൂമി ഇല്ലാത്തതാണ്. എന്നാൽ ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ ഗ്രാമീണ റോഡുകൾ 1996-ൽ ശ്രീ E. K. നായനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ആ സർക്കാരിൻ്റെ ഭരണകാലത്ത് ജനകീയാസൂത്രണം നടപ്പിലാക്കിയതിലൂടെ അധികാര വികേന്ദ്രീകരണം വന്നു. കൂടുതൽ ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ കുറേ റോഡുകൾ ടാർ ചെയ്തു. 1.5 കോടി രൂപ മുതൽ മുടക്കിയാണ് BM&BC നിലവാരത്തിൽ കോയിപ്രം ജംഗ്ഷൻ കല്ലുകടവ് ബാങ്കുപടി ചാലച്ചിറ റോഡ് നവീകരണം പൂർത്തീകരിച്ചത്. ചടങ്ങിൽ ജോബ് മൈക്കിൾ MLA അധ്യക്ഷത വഹിച്ചു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീല തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി ലഭിച്ചു. സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഉടനിറക്കാൻ റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി.
നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയായി. ഇതോടെ റവന്യൂ വകുപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. റവന്യൂ നിയമത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള 8(2) മട്ടപ്രകാരമാണ് അനുമതി നൽകുന്നത്. ഏതാനും ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം റവന്യൂ വകുപ്പ് ഇറക്കും. മണിമല, എരുമേലി, തെക്ക് വില്ലേജുകളിലായി 2570 ഏക്കർ സ്ഥലമാണ് വിമാനത്താവളത്തിനായി സർക്കാർ ഏറ്റെടുക്കുന്നത്. ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ 916.27 ഹെക്ടറും 121.876 ഹെക്ടർ സ്വകാര്യ ഭൂമിയുമാണ് ഏറ്റെടുക്കുന്നത്. പദ്ധതി പ്രദേശത്ത് നടത്തിയ സാമൂഹിക ആഘാത പഠനം, പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരം ഉള്ള നടപടികൾക്ക് ശുപാർശ നൽകിയിരുന്നു. ഇതിന് അംഗീകാരം നൽകിയതോടെയാണ് ഭരണാനുമതിയായത്. ആഭ്യന്തര വകുപ്പ്, റവന്യൂ വകുപ്പ്, വനം, ധനകാര്യം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ശുപാർശകളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു. ഇനിയും റവന്യൂ സംഘം ഉടമകളെ കണ്ട് ഏറ്റെടുക്കൽ വിവരം അറിയിച്ച് വിശദ ഭൂമി സ്കെച്ച് തയ്യാറാക്കി നൽകും. അതിനുശേഷമാകും കെട്ടിടം, ഭൂമി, മറ്റു വസ്തുക്കൾ എന്നിവയുടെ വില നിശ്ചയിച്ച് നഷ്ടപരിഹാരത്തിന് ശുപാർശ ചെയ്യുന്നത്. ഇതോടെ ഭൂമി ഏറ്റെടുക്കാനുള്ള 11(1) പ്രകാരമുള്ള വിജ്ഞാപനത്തിലേക്ക് റവന്യൂ വകുപ്പ് പോകും. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ക്രൈസ്തവ സമൂഹം ഓശാന ഞായറിന് ഒരുങ്ങി. ഓശാന ഞായറിനോട് കൂടി വിശുദ്ധ വാരത്തിനും തുടക്കമാകും. ഈസ്റ്ററിന് മുൻപുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ അഥവാ കുരുത്തോല പെരുന്നാൾ. ക്രൈസ്തവ സമൂഹം ഓശാന ഞായറിനെ വരവേൽക്കാൻ ഒരുങ്ങി. കുരിശുമരണത്തിന് മുൻപായി യേശുദേവൻ അവസാനമായി ജെറുസലേമിലേക്ക് എത്തിയതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓശാന. കഴുതപ്പുറത്തേറി ജെറുസലേമിലേക്ക് എത്തിയ യേശുദേവനെ ഒലീവിലകളും മരച്ചില്ലകളും വീശി യഹൂദജനം വരവേറ്റതിന്റെ സ്മരണയായാണ് ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങൾ. ദേവാലയങ്ങളിൽ ഓശാന ഞായർ ദിവസം എത്തുന്ന വിശ്വാസികൾ കുരുത്തോലകൾ കൈകളിലേന്തിയാണ് ഓശാന പെരുന്നാൾ ആഘോഷിക്കുന്നത്. സഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും ദിനങ്ങളായ പീഠാനുഭവ വാരത്തിന് ഈസ്റ്ററോടെ തുടക്കം കുറിക്കുമെന്ന് മണർകാട് സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ കുര്യൻ മാത്യു വടക്കേപ്പറമ്പിൽ പറഞ്ഞു. എല്ലായിടത്തും ആഘോഷ നിറവുള്ള ഒരുക്കങ്ങളാണ്. പ്രത്യേകിച്ച് പള്ളികളിൽ കഷ്ടാനുഭവാഴ്ചയുടെ വരവേൽപ്പിനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ദിവസം. വേദപുസ്തക ചരിത്രത്തിൽ യേശുദമ്പുരാൻ രാജകീയമായി ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്ന അനുഗ്രഹീതമായ പെരുന്നാളാണ്. എല്ലാ പള്ളികളിലും അന്ന് ഇസ്രായേൽ ജനം അവനെ അവരുടെ വസ്ത്രങ്ങളും ഒലിവിൻ തൈകളും ഒക്കെ ഇട്ട് ആദരിച്ച് സ്വീകരിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ പാരമ്പര്യം അനുസരിച്ച് ഓലകൾ കൊണ്ട് നമ്മൾ രാജാവിനെ വരവേൽക്കുന്നത് പോലെ ആഘോഷം നിവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മികവിൽ ഒന്നാമതായി കോട്ടയം ജില്ലയിലെ അക്ഷയ സെന്ററുകൾ. അക്ഷയ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളുടെയും സേവനങ്ങളുടെയും മികവിൽ നൽകുന്ന ISO സർട്ടിഫിക്കേഷനിലും കോട്ടയം ജില്ല തന്നെയാണ് മുന്നിൽ. അക്ഷയ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തി കോട്ടയം ജില്ല. അക്ഷയ കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങളുടെയും സേവനത്തിന്റെയും മികവിൽ നൽകുന്ന ISO സർട്ടിഫിക്കേഷനിലും കോട്ടയം ജില്ല മുന്നിലാണ്. 2019 മുതൽ 2025 വരെയുള്ള കാലയളവിൽ ജില്ലയിലെ 13 അക്ഷയ കേന്ദ്രങ്ങളാണ് ഈ നേട്ടം കൈവരിച്ചത്. ജില്ലയിൽ നിലവിൽ 208 അക്ഷയ കേന്ദ്രങ്ങളാണ് ഉള്ളത്. 2016 ശേഷം ആരംഭിച്ചത് 31 എണ്ണമാണ്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കോട്ടയം ജില്ലയിലെ 92% അക്ഷയ കേന്ദ്രങ്ങളും അക്ഷയ ബ്രാൻഡിംഗ് മാനദണ്ഡപ്രകാരം പശ്ചാത്തല സൗകര്യങ്ങളുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റി. ആധാർ സാന്ദ്രത ഗണ്യമായി വർദ്ധിപ്പിക്കാനും കോട്ടയം ജില്ലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അക്ഷയ സംരംഭകരെ സഹായിക്കുന്നതിന്റെ ഭാഗമായി വാതിൽപ്പടി സേവനത്തിനായി 192 ടാബുകളാണ് ഈ 9 വർഷത്തിനുള്ളിൽ സർക്കാർ ജില്ലയിലേക്ക് ലഭ്യമാക്കിയത്. ഇതിലൂടെ കിടപ്പു രോഗികളുടെയും പ്രായമായവരുടെയും സാമൂഹിക സുരക്ഷാ പെൻഷൻ മസ്റ്ററിംഗ്, ആധാർ സേവനങ്ങൾ തുടങ്ങിയ സേവനങ്ങൾ വീടുകളിൽ യഥാസമയം എത്തി പൂർത്തീകരിക്കാനായി. സ്കൂൾ കുട്ടികൾക്കും കിടപ്പ് രോഗികൾക്കുമായി പ്രത്യേക ക്യാമ്പുകൾ എല്ലാ പ്രദേശത്തും സംഘടിപ്പിക്കാനും സാധിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പുതിയ റെക്കോർഡ് കുറിച്ച് സ്വർണ്ണവില. ഇന്ന് പവന് 200 രൂപയാണ് കൂടിയത്. ഇതോടെ സ്വർണ്ണവില 70,000 രൂപ കടന്നു. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 70,160 രൂപയാണ്. പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നൽകി ഒരു പവൻ സ്വർണം വാങ്ങുമ്പോൾ 75,000-ലേറെ രൂപ നൽകണം. സംസ്ഥാനത്ത് 3 ദിവസം കൊണ്ട് സ്വർണത്തിന് പവന് 4,360 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 1 ഗ്രാം സ്വർണത്തിന് 8,770 രൂപ നൽകണം. സംസ്ഥാനത്തെ മികച്ച 1ാം ക്ലാസ് അധ്യാപികയ്ക്കുള്ള പുരസ്കാരം പൊൻകുന്നം CMS LP സ്കൂളിലെ അധ്യാപിക ഷേർലി ജെ. തിരുവനന്തപുരം നേമം ഗവൺമെന്റ് UP സ്കൂളിൽ ഒന്നഴക എന്ന പേരിൽ സംസ്ഥാന അക്കാദമി കൂട്ടായ്മ സംഘടിപ്പിച്ച
മികവഴക് 2025 പുരസ്കാരം ലഭിച്ചത്. SCRT ഡയറക്ടർ ഡോക്ടർ ജയപ്രകാശ് പുരസ്കാരവും സാക്ഷ്യപത്രവും നൽകി. പ്രളയവും ഉരുൾപൊട്ടലും ദുരന്ത സാഹചര്യം പുനഃസൃഷ്ടിച്ച് മുണ്ടക്കയത്ത് മോക്ക് ഡ്രിൽ. ദേശീയ, സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായാണ് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മോക്ക് ഡ്രിൽ നടത്തിയത്. ദുരന്ത സമാന സാഹചര്യം കൃത്രിമമായി ഒരുക്കി നടത്തിയ മോക്ക് ഡ്രിൽ ഏതു പ്രതികൂല സാഹചര്യവും നേരിടാൻ ജില്ല സജ്ജമാണെന്ന പ്രഖ്യാപനമായി ദേശീയ, സംസ്ഥാന, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾ സംയുക്തമായി വിവിധ വകുപ്പുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ മോക്ക് ഡ്രിൽ ദുരന്തങ്ങളുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന പ്രാദേശിക അനുഭവങ്ങൾ പ്രദേശവാസികൾക്കും നൽകി. ചുഴലിക്കൊടുങ്കാറ്റും അനുബന്ധമായി ഉണ്ടായേക്കാവുന്ന പ്രകൃതിക്ഷോഭങ്ങളും മുന്നിൽ കണ്ടാണ് പരിപാടി നടത്തിയത്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുണ്ടക്കയം കോസ്വേയിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ നേരിടേണ്ട രീതിയും, മീനച്ചിൽ താലൂക്കിലെ വെള്ളിക്കുളത്ത് ഉരുൾപൊട്ടലുണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളും മോക്ക് ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു. ദുരന്തമുണ്ടായാൽ എങ്ങനെയാണോ നേരിടേണ്ടത് അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കിയത്. യഥാർത്ഥ അപകടമെന്ന് യാത്രക്കാരിൽ ചിലർ തെറ്റിദ്ധരിച്ചെങ്കിലും മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവരും കാഴ്ചക്കാരായി നിന്നു. റവന്യൂ, ആരോഗ്യവകുപ്പ്, പോലീസ്, ഫയർഫോഴ്സ്, പൊതുമരാമത്ത് വകുപ്പ്, കെട്ടിട, റോഡ് വിഭാഗങ്ങൾ, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങി വിവിധ സർക്കാർ വകുപ്പുകൾ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. 2 ഇടത്തും 25 വീതം വോളണ്ടിയർമാരെ മോക്ക് ഡ്രില്ലിന്റെ ഭാഗമാക്കി. കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ KM ജോസുകുട്ടി, മീനച്ചിൽ തഹസിൽദാർ ലിറ്റിമോൾ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ കളക്ടറേറ്റിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലൊരുക്കിയ വീഡിയോ കോൺഫറൻസിലൂടെ ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് S ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ നടപടികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. റബ്ബർ കൃഷി വ്യാപനത്തിന് പുതിയ സബ്സിഡി പദ്ധതിയുമായി കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ മോഡേണൈസേഷൻ. 1 ഹെക്ടറിന് 75,000 രൂപയാണ് സബ്സിഡി നൽകുന്നത്. കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ഈ വർഷം ജൂണിൽ പദ്ധതിക്ക് തുടക്കമാകും. റബ്ബർ കൃഷി വ്യാപനത്തിന് പുതിയ കേര പദ്ധതി ഈ വർഷം ജൂണിൽ ആരംഭിക്കും. കർഷകർ റബ്ബർ കൃഷിക്ക് ഹെക്ടർ 1-ന് 75,000 രൂപ സബ്സിഡി ലഭിക്കുന്ന പദ്ധതിയാണിത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്ലാന്റേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിൽ വരുന്ന പദ്ധതിക്ക് ലോകബാങ്ക് 1,700 കോടിയിലധികം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. റബ്ബർ ബോർഡ് മുഖേനയാണ് റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നത്. ഇതിനായി റബ്ബർ ബോർഡും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ധാരണാപത്രം താമസിയാതെ ഒപ്പുവയ്ക്കും. കേര പദ്ധതിക്ക് ഉയർന്ന സബ്സിഡി തുക ആയതിനാൽ റബ്ബർ സബ്സിഡിയും വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം റബ്ബർ ബോർഡ് കേന്ദ്രത്തിന് സമർപ്പിച്ചതായും സൂചനയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള റബ്ബർ തൈകൾ വച്ചുപിടിപ്പിക്കുകയാണ് കേര പദ്ധതിയിലൂടെ ചെയ്യുന്നത്. എന്നാൽ ഈ വർഷത്തെ റബ്ബർ ബോർഡ് പദ്ധതികൾ കേന്ദ്രം ഇതിനകം അനുവദിച്ച സാഹചര്യത്തിൽ ഇതിനായി പുതിയ തുക അനുവദിക്കാനുള്ള സാധ്യത കുറവാണ്. വരും വർഷം കേര പദ്ധതി പരിഗണിക്കുമെന്ന പ്രതീക്ഷയിലാണ് റബ്ബർ ബോർഡ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭിന്നശേഷിയുടെ മറവിൽ അധ്യാപക നിയമനങ്ങൾ തടയുന്നുവെന്ന ആക്ഷേപം. കോട്ടയത്ത് KPSTAയുടെ രാപ്പകൽ സമരം. നവീകരിച്ച കോയിപ്രം ജംഗ്ഷൻ ചാലച്ചിറ റോഡ് നാടിന് സമർപ്പിച്ചു. മുതൽ മുടക്ക് 1.5 കോടി രൂപ. രാജ്യത്ത് മികച്ച ഗ്രാമീണ റോഡുകൾ കേരളത്തിലെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. എരുമേലി ചെറുവള്ളി എസ്റ്റേറ്റിലെ ശബരി ഗ്രീൻഫീൽഡ് വിമാനത്താവളം. സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതിയായി സ്ഥലം ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കും. ഓശാന ഞായറിനെ വരവേൽക്കാൻ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ വാരത്തിനും നാളെ തുടക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.